നമസ്കാരം, ലാലൂർ ദേവസ്ഥാനത്താണ്. ഇന്ന് ഞാൻ ആരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടിയോ അല്ലെങ്കിൽ ഒരു ഇതൊന്നല്ല. ഇന്നൊരു ചെറിയൊരു രാശിമാറ്റം നടന്നു ജ്യോതിഷപരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ജ്യോതിഷത്തിൻ്റെ ചാനലൊന്നല്ല, അതുകൊണ്ട് അതൊന്നും ഇതിൽ പറയാറില്ല. എന്നിരുന്നാലും ഞാനിങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കണമെന്ന് മാത്രം. അതിൽ ആർക്കെങ്കിലൊക്കെ അതിൽ ഗുണമാവുകയാണെങ്കിൽ ഗുണമായിക്കോട്ടെ, അത് മനസ്സിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേ, അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി ജീവിക്കേ, അതിനൊരു പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാന്ന് പറയില്ലേ, അതുപോലെ ഇത് രാശി മാറി വന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്താലാണ്. ജാതകം എന്ന് പറയുന്നത് സത്യമാണ്. ജാതകം വീട്ടിലെഴുതി മേശപ്പുറത്ത് അലമാരിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ദശാകാലങ്ങളിലും അപകാരങ്ങളൊക്കെ ശ്രദ്ധിച്ച്, ശനി കണ്ടകശനി മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അത് കൃത്യമായിട്ട് പോകുന്നവർക്ക് ഗുണം ചെയ്യുക. അതായത് തല്ലാൻ വരുന്നവൻ തലോടി പോകുന്ന രീതിയിലാണ്. അതിനാണ് ജാതകം കൊണ്ട് ഗുണമുള്ളത്. അല്ലാണ്ട് ജാതകം ഒരാൾക്ക് തിരുത്ത് കുറിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ടുള്ള പിന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അത് ആ സമയത്തിന് വന്നുകൊണ്ടിരിക്കും. വരുന്നത് നമ്മൾ മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം. അപ്പം ഞാൻ ഇത് ജ്യോതിഷ ചാനലൊന്നല്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല. ഇതിൽ ഒരു ശുക്രനാണല്ലോ നമ്മുടെ ഒരുവിധം ഒരുപാട് കാരകത്വങ്ങൾ വഹിക്കുന്നൊരു ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ അത് പണസംബന്ധമായിട്ട് പ്രേമിക്കുന്നവർക്ക്, അതുപോലെ തന്നെ കുടുംബത്തിലെ തന്നെ കലഹങ്ങൾ, അതുപോലെ തന്നെ ചില സ്ത്രീ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക്, അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളായിട്ട് കുറേ നാളായിട്ട് അലഞ്ഞവർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ശുക്രൻ സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഒരു മാസക്കാലം അവിടെ ഉണ്ടാവും. ഇന്നു മുതൽ ഒരു മാസക്കാലം ഉണ്ടാവും. ഈ ഒരു മാസം എന്ന് പറയുന്നത് ഏകദേശം ഒരുപാട് രാശികൾക്ക് ഗുണമാണ്. എന്നാലും ഞാൻ പെട്ടെന്ന് അതിഗംഭീരമായിട്ടുള്ള 3 രാശികൾ പറയാം. അതായത് ഇടവൻ രാശി, കർക്കിടക രാശി, അതുപോലെ തന്നെ എന്താ പറയുക കന്നിരാശി. അങ്ങനെ 3 രാശികളിലുള്ള നാളുകാർക്ക് അതിഗംഭീരമാണ്. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളൊക്കെ നടക്കാന്ന് പറയില്ലേ. വീട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് 1 രൂപ ഇല്ലാതിരിക്കുന്നവർക്ക് വീട് വാങ്ങിക്കാൻ പറ്റുക, അതുപോലെ തന്നെ നടക്കില്ല എന്ന് വിചാരിച്ച കല്യാണം നടക്കുക, പ്രേമിച്ചിട്ട് പിണങ്ങിപ്പോയ പെൺകുട്ടീനെ എത്ര വിളിച്ചിട്ടും കിട്ടാത്തവർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും പോകാമെന്ന് ഞാൻ പറഞ്ഞില്ല ആദ്യമേ, ജ്യോതിഷ ചാനലല്ലത്. എന്നാലും ഇങ്ങനൊരു 3 രാശിക്കാർക്ക് അതിഗംഭീരമാണ്. അത് അവരതൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യാനുള്ളത് ചെയ്ത് ശുക്രനെ പ്രീതിപ്പെടുത്തി അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതാവുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ കിട്ടാൻ പോകുന്ന രാശിക്കാരെ കുറിച്ചൊന്നും ഞാൻ അറിയാവുന്ന കാര്യം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, എന്നാലും ആർക്കെങ്കിലൊക്കെ ഗുണമാണെങ്കിൽ ഗുണമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ